ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. പരക്കുമാർ. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, ദൈവം തൻ്റെ അവകാശത്തിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ വിട്ടുപോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിൽ സെൽസഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. എൻ്റെ മകനു വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്നവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോരിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പേർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നവരായി നിനക്ക് നേരെ വരും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിൻ്റെ ശേഷം നീ ഫെലിസ്തരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ ആരാധനാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. കർത്താവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല അതിക്രമങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.